നിങ്ങൾ ബാക്ടീരിയയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ലബോറട്ടറികളിൽ വിവിധ പരീക്ഷണങ്ങൾക്കായി ബാക്ടീരിയകളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലാബുകളിൽ പൊതുവെ ക്ലോണിങ്ങിന്റെ ആവശ്യങ്ങൾക്കാണ് ബാക്ടീരിയകളെ വളർത്തുന്നത് അഥവാ കൾച്ചർ ചെയ്യുന്നത്. ചെടികൾക്കൊക്കെ വളരാൻ മണ്ണ് വേണം. മണ്ണിൽ നിന്നും ന്യൂട്രിയൻസും വെള്ളവും വലിച്ചെടുത്താണ് ചെടികൾ വളരുന്നത്. ഇതുപോലെ ബാക്ടീരിയകൾക്ക് വളരണമെങ്കിലും ന്യൂട്രിയൻസ് വേണം. ഇത്തരത്തിൽ ബാക്ടീരിയകൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളെ വളർത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിനെ കൾച്ചർ മീഡിയ എന്നാണ് വിളിക്കുന്നത്. ഖരരൂപത്തിലുള്ള കൾച്ചർ മീഡിയകളുമുണ്ട്, ദ്രാവക രൂപത്തിലുള്ള കൾച്ചർ മീഡിയകളും ഉണ്ട്. ഇത് കണ്ടില്ലേ? ബാക്ടീരിയകളെ വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ഒരു മീഡിയ അഥവാ മാധ്യമമാണ് ഇത്. നല്ല സ്വർണത്തിന്റെ നിറം അല്ലേ? ഈ മാധ്യമത്തിൽ ബാക്ടീരിയകൾ വളരുന്നതോടെ കലക്കവെള്ളം പോലെയാകും. ബാക്ടീരിയകളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഖരരൂപത്തിലുള്ള മാധ്യമമാണ് ഇത്. ഇതിൽ പൊട്ടുപൊട്ടായി കോളനികളായി ബാക്ടീരിയകൾ വളരുന്നു. കണ്ടില്ലേ? പല നിറത്തിലും രൂപത്തിലും വലുപ്പത്തിലുമുള്ള ബാക്ടീരിയയുടെ കോളനികൾ. ഖരരൂപത്തിലുള്ള ഈ മാധ്യമം പെട്രി ഡിഷുകളിലാക്കി അതിനുള്ളിലാണ് ബാക്ടീരിയകളെ വളർത്തുന്നത്. ബാക്ടീരിയകൾക്ക് വളരാൻ ഒരു പ്രത്യേക താപനില ആവശ്യമാണ്. ഈക്കോളൈ പോലെയുള്ള ഭൂരിഭാഗം ബാക്ടീരിയകളും വളരുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ്. ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള പെട്രി പ്ലേറ്റുകളെ 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻക്യുബേറ്ററാണ് ഇത്. ഈ ഇൻക്യുബേറ്ററിൽ നിരന്തരം ഒരു നിശ്ചിത വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദ്രാവക രൂപത്തിലുള്ള മാധ്യമത്തിൽ വളരുന്ന ബാക്ടീരിയകളെ ചെറു ട്യൂബുകളിലാക്കി ഈ കറങ്ങുന്ന ഭാഗത്തിലാണ് വെക്കുക. ബാക്ടീരിയകളെ വളർത്തുന്ന പെട്രി പ്ലേറ്റുകളാകട്ടെ മുകളിലത്തെ തട്ടിൽ ഇതുപോലെയാണ് വെക്കുന്നത്. അഗ്രോ ബാക്ടീരിയത്തെ പോലെയുള്ള ചില പ്രത്യേക ബാക്ടീരിയകളും ഈസ്റ്റിനെ പോലെയുള്ള ചില ഫംഗസുകളും വളരുന്നത് 28 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ്. ഈസ്റ്റുകളെ വളർത്തുന്ന ഒരു കൾച്ചർ മീഡിയമാണ് ഇത്.